നിയമസഹായം തേടി യുവതിയെ പീഡിപ്പിച്ച കേസിൽ സർക്കാർ മുൻ അഭിഭാഷകൻ PG മനുവിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ PG മനു സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ പെരുമ്പാവൂർ DYSPക്ക് മുന്നിൽ കീഴടങ്ങി. മനുവിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിനീത VG കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ PG മനുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മനുവിനെ ഇന്ന് വീണ്ടും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡിലേക്കായിരിക്കും പോവുക. കാരണം കഴിഞ്ഞ 6 ദിവസത്തിലധികമായി കസ്റ്റഡിയിലായിരുന്നു. വളരെ വിശദമായി തന്നെ മനുവിനെ ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടിരുന്നത്. ഈ നേരത്തെ തന്നെ 2018 ഈ സംഭവം നടക്കുന്നത്. നിയമസഹായം വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തുവെന്നാണ് യുവതി പറയുന്നത്. നിരവധി തവണ താൻ പീഡനത്തിന് ഇരയായെന്നും പിന്നീട് ഈ ദൃശ്യങ്ങൾ മനു ഫോണിൽ ചിത്രീകരിച്ചുവെന്നും യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത് പുത്തൻകുരിശ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നത്. പക്ഷേ ഈ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മനു ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങാനാണ് സുപ്രീം കോടതിയും നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പുത്തൻകുരിശ് DYSPക്ക് മുൻപിൽ മനു എത്തി കീഴടങ്ങിയത്. ഈ കീഴടങ്ങലിന് ശേഷം വളരെ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ വേണമെന്നുള്ളതായിരുന്നു പോലീസിന്റെ ആവശ്യം. ഒപ്പം തന്നെ യുവതിയുടെ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടി മനുവിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും അതിനുശേഷം റിമാൻഡിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. താങ്ക് യു വിനീത VG.